ആസൂത്രണ ബോർഡ് PSC പരീക്ഷയിൽ നടന്നത് ആസൂത്രിത അട്ടിമറി, നടന്നത് വൻ ഗൂഢാലോചനയെന്നാണ് SITയുടെ വിലയിരുത്തൽ. 54 മാർക്കിൻ്റെ മൂല്യനിർണ്ണയം ഒഴിവാക്കിയതോടെയാണ് PSC അനുകൂലി 1ാം റാങ്കിലേക്ക് എത്തിയത്. ഇയാളെ ഒന്നാമത് എത്തിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് മൂല്യനിർണ്ണയം ഒഴിവാക്കിയത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും KV ശ്യാമപ്രസാദ് ചേരുന്നു. ശ്യാമപ്രസാദ്, CPMൽപ്പെട്ട ഒരാളെ 1ാം റാങ്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൂല്യനിർണ്ണയത്തിലടക്കം വലിയ തിരിമറി നടത്തിയത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ, ആസൂത്രണ ബോർഡിലെ ചീഫ് തസ്തികയായ ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ തസ്തികയിലേക്കാണ് ഈ നടത്തിയ പരീക്ഷയിലെ നിയമന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം FIR സമർപ്പിച്ചത്. ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്ന ഉദ്യോഗസ്ഥരുടെ പേരുകൾ എടുത്തു പറയാതെയാണ് ഈ FIRൽ നിലവിൽ ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന FIR സമർപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു FIRൽ പ്രധാനമായും ഉദ്യോഗസ്ഥരുടെ പേരുകൾ പോലും ഇല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങൾ പ്രധാനം ചൂണ്ടിക്കാണിക്കുന്നു. അതായത് നിലവിൽ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് 52 മാർക്കിൻ്റെ 10 ചോദ്യങ്ങൾ ഒഴിവാക്കിയാണ് നിലവിൽ ഒരു മൂല്യനിർണ്ണയം നടന്നിരിക്കുന്നത്. CPM അനുകൂല സംഘടനാ നേതാവാണ് നിലവിൽ അയാൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പരീക്ഷാ ക്രമക്കേടിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിരിക്കുന്നതായാണ് SIT സംഘം കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ നിലവിൽ ഈ CPM അനുകൂല സംഘടനയുടെ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകും, കേസെടുക്കാൻ അടക്കമുള്ള നിയമോപദേശം എന്തായാലും ഇത് സംബന്ധിച്ച് തേടുകയും ചെയ്യും. എന്തായാലും ആസൂത്രണ ബോർഡിന്റെ നിയമന ക്രമക്കേടിൽ വൻ അട്ടിമറി നടന്നതായിട്ടുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. PSC പരീക്ഷയിൽ വമ്പൻ ക്രമക്കേടാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടത്തിയത്. നീറ്റ് പരീക്ഷയ്ക്ക് എതിരായി സമരം നടത്തുന്നവർ PSC പരീക്ഷയിൽ ക്രമക്കേട് നടത്തുന്നതിന് മുൻപന്തിയിൽ നിന്നു എന്നുള്ളതാണ്.